My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. ലവ് റീഡിംഗ് ആണ്. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി പ്രോബബ്ലി നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിൽ ഉള്ളൊരു വ്യക്തിയായിരിക്കാം, ഇരുന്നൊരു വ്യക്തിയായിരിക്കാം, ഓർ ഈ റീഡിംഗ് ആർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ കേൾക്കുന്നത്. ഓക്കെ, സോ ആ വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻ, കറൻറ്റ് ഫീലിങ്സ് എന്താണ്, എങ്ങനെയാണ് ആ വ്യക്തി നിങ്ങളെ കാണുന്നത്, എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ, എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി, ഈ വ്യക്തിയെ പറ്റി നിങ്ങൾ കേൾക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. ഓക്കെ, സോ എപ്പോഴും ലവ് റീഡിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ട റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ട റെസ്പെക്റ്റ് തരാത്തൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം, എനർജി, എഫേർട്ട് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യരുത്. ഓക്കെ, ഇറ്റ്സ് ബെറ്റർ ആ ഒരു പ്ലേസിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു എനർജി ചേഞ്ച് ആക്കാനും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരാനും, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ എന്താണോ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്, എത്ര ശ്രമിച്ചിട്ട് മാറ്റം വരാത്ത കാര്യങ്ങളെ വീണ്ടും നമ്മൾ എന്തിലാണോ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അതൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി വിട്ടേക്കുക. ഓക്കെ, അതിൻ്റെതായിട്ടുള്ള വഴിയിൽ വരാനോ ഗ്രോ ചെയ്യാനോ പോവാനോ അനുവദിക്കുക. അപ്പോഴാണ് നിങ്ങൾക്കും നല്ല മാറ്റങ്ങൾ സംഭവിക്കുള്ളൂ. ഓക്കെ, സോ മേ ബി ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഈ റീഡിങ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കേൾക്കാം. ഈവൻ നിങ്ങൾ എന്ത് കൈൻഡ് ഓഫ് സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും മേ ബി ഈ റീഡിങ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി നിങ്ങൾ റിലേഷൻഷിപ്പിനെ പറ്റി, ഈ ഒരു വ്യക്തിയെ പറ്റി തരുന്നുണ്ടായിരിക്കാം. ഓർ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു കൺഫർമേഷൻ ആയിരിക്കാം നിങ്ങൾ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത്. റൈറ്റ്, സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ 3 ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. സോ ഒരാളെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക ആൻഡ് ഒരു സ്റ്റോൺ നിങ്ങൾ സെലക്ട് ചെയ്യാം. അഗെയിൻ ഇതൊരു സൈക്കിക് റീഡിംഗ് ആണ്, ജനറിക് റീഡിംഗ് ആണ്. സെലക്ട് യുവർ ഗ്രൂപ്പ്, then we can start. All right, let's start with group number 1. Hey, group number 1, the person on your mind, നിങ്ങളുടെ മനസ്സിലെ വ്യക്തി. ഈ വ്യക്തിയെക്കുറിച്ച് അവരുടെ ഫീലിങ്സ്, അവരുടെ സിറ്റുവേഷൻ, അവരെങ്ങനെയാണ് നിങ്ങളെ കാണുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി, ഈ വ്യക്തിയെ പറ്റി എന്തൊക്കെയാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ലെറ്റ്സ് സീ, തിങ്ക് ഓഫ് യുവർ പേഴ്സൺ. ഗ്രൂപ്പ് നമ്പർ 1, the person on your mind. എന്താണ് ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കേൾക്കേണ്ടത്. ഓക്കെ, സോ ഒരു കമ്മ്യൂണിക്കേഷൻ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്, കോൺവെർസേഷൻ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സംസാരം കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംസാരിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. യെസ്, സോ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒന്നുകിൽ സംസാരിക്കാനോ കാണാനോ മീറ്റ് ചെയ്യാനോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, കുറച്ച് ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, ഇതുപോലെ അത് സംസാരമാണെന്നുണ്ടെങ്കിലും ക്വാളിറ്റി ഉള്ള ഒരു മീറ്റിംഗ് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, ഈ വ്യക്തി സ്പെഷ്യലി ആ വ്യക്തിയുടെ ഒരു കറന്റ് സിറ്റുവേഷൻ അങ്ങനെയാണ്. ഓക്കെ, സോ ഒരു ക്വാളിറ്റി ഉള്ള ഒരു മീറ്റിംഗ് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ സംസാരിക്കുക, കാണുക, സ്പെഷ്യലി മീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കറിയാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില കാര്യങ്ങൾ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. സോ അവരുടെ ലൈഫിലെ പല കാര്യങ്ങളും ഒരു സൈഡിലോട്ട് വെച്ച് നിങ്ങൾക്ക് വേണ്ടി, ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ടൈം ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, വീണ്ടും റിലേഷൻഷിപ്പിലേക്ക് വരിക എന്നുള്ളതായിക്കൊള്ളണമെന്നില്ല, ബട്ട് ഇതിനൊരു കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി തരിക, ഇത് കുറച്ചുകൂടെ ഒന്ന് സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി എന്തൊക്കെയാണോ നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്, അങ്ങനത്തെ ചില കാര്യങ്ങളിലേക്ക് ഈ വ്യക്തി ഇറങ്ങി വരുന്നുണ്ട്. ഓക്കെ, ചില തീരുമാനങ്ങൾ എടുക്കാനായിരിക്കാം. റൈറ്റ്, ബിക്കോസ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില കൺഫ്യൂഷൻസ് കുറച്ച് സമയമായിട്ട് പോയിട്ടുണ്ടായിരിക്കണം. റൈറ്റ്, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സമയത്തിലൂടെ ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ എന്ത് ചൂസ് ചെയ്യണം, ആരെ ചൂസ് ചെയ്യണം എന്നുള്ള ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ ഒരു സമയത്ത് പോകുന്നുണ്ടായിരിക്കുക. സോ പ്രോബബ്ലി ചില ആളുകൾക്കെങ്കിലും ഈ വ്യക്തിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കണം, വ്യക്തികൾ തമ്മിൽ. ഓക്കെ, സോ നിങ്ങളും വേറെ എന്തെങ്കിലും ഒരു കാര്യം കൂടെ അവിടെ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം. സോ അവിടെ എന്ത് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. സോ ആരാണോ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്നത്,
അതിന് നിങ്ങൾക്ക് വേണ്ട ഒരു ക്ലാരിറ്റി തരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഈ വ്യക്തിയുടെ റിലേഷൻഷിപ്പിൽ അവർ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ള വേറെ കാര്യങ്ങളോ വേറെ പേഴ്സണോ ഉണ്ടെങ്കിൽ മേ ബി വളരെ കുറച്ച് ആളുകൾക്ക് അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. ഓർ ഈ സമയത്ത് നിങ്ങളും വേറൊരു കാര്യം കൂടെ കമ്പയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്നതോ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. സോ അവിടെ എന്താണ് ചൂസ് ചെയ്യേണ്ടത്, അവിടെ നിങ്ങൾ ചൂസ് ചെയ്യാന്ന് മാത്രം ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ അവിടെ ഈവൻ നിങ്ങൾക്ക് ചില തീരുമാനങ്ങൾ, ചില കോൺവെർസേഷൻ, ചില മീറ്റിംഗ്സ് നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പോലും അത് നിങ്ങൾക്കൊരു ക്ലോഷർ തരുന്നുണ്ട്, അത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും തരാനുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ, സോ അതാണ് കുറച്ചുകൂടി ഒരു ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാനുണ്ട്. ഈ വ്യക്തി സീരിയസ് ആയിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്, മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഈ വ്യക്തി സ്വയം റീഡ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, റീഡ് ചെയ്യുക ഇൻ ദ സെൻസ് ലൈക്ക് സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ആ വ്യക്തിക്ക് പെരുമാറാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ കുറച്ചുകൂടെ കാര്യങ്ങൾ മെച്ചുവേർഡ് ആയിട്ട് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ടായിരിക്കണം, പ്രവർത്തിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കറിയാം നിങ്ങൾക്കൊരു ക്ലോഷർ അത്യാവശ്യമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അല്ലേ? അറ്റ്ലീസ്റ്റ് ഈ ഒരു സമയത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടായിരിക്കാം, നിങ്ങൾക്കൊരു ക്ലാരിറ്റി, നിങ്ങൾ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റക്കായിട്ട് നിൽക്കാൻ പാടില്ല നിങ്ങൾ അങ്ങനത്തെ ഒരു പ്ലേസിലാണെന്നുണ്ടെങ്കിൽ, അല്ലേ? ബിക്കോസ് ഈ സമയത്ത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ വാക്ക് അവേ ചെയ്യുക. ബിക്കോസ് നിങ്ങൾക്കറിയാം ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നിൽക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എന്തൊക്കെയൊരു കാര്യങ്ങൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആണ്. സോ രണ്ടാളെയും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, നിങ്ങളുടെ സാഹചര്യം അങ്ങനെ ആയിരിക്കാം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. സോ അതുകൊണ്ടായിരിക്കാം ആരെങ്കിലും ഒരാൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക അല്ലെങ്കിൽ മാറി നിൽക്കുക എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവുന്നത്. ഓക്കെ, സോ അതിന് ഒന്ന് മിണ്ടാണ്ട് പോവുക എന്നുള്ളതല്ല, അവിടെ നിങ്ങൾക്ക് വീണ്ടും കണ്ടുമുട്ടി സംസാരിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അത് ചില ആളുകൾക്ക് കുറച്ച് സമയത്തേക്കുള്ള ഒരു സെപ്പറേഷൻ ആയിരിക്കാം, നിങ്ങൾക്ക് അറിയാം അത്, അല്ലേ? മേ ബി ഈ സമയം ഈ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജോബോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ലൈഫിൽ വേറൊരു ഇവന്റോ ആ വ്യക്തിയുടെ ലൈഫിന്റെ വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കാം, റൈറ്റ്? സോ ആ വ്യക്തിക്ക് എല്ലാ കാര്യം കൂടെ ഒരേ രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടാവില്ല. സോ അവർ ഈ സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അവരുടെ ലൈഫിൽ, അതിനായിരിക്കാം അവർ കൂടുതൽ കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ടായിരിക്കാം. അത് നിങ്ങളോടുള്ള ഒരു ഇഷ്ടക്കുറവ് കൊണ്ടല്ല. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ ആ വ്യക്തി ചൂസ് ചെയ്തില്ല, നിങ്ങൾ കൺസിഡർ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല. ഓക്കെ, ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പം ഇമ്പോർട്ടൻസ് ആയിട്ട് എടുക്കേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ഒരു അവസ്ഥ മനസ്സിലാക്കുന്നുണ്ടായിരിക്കണം. സോ അവർക്ക് തോന്നിയിട്ടുണ്ടാവും ഇറ്റ്സ് ബെറ്റർ മുന്നോട്ട് പോകുന്നതാണെന്നുള്ളത്. ഓക്കെ, ഹെൽത്തി ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ ഇൻസ്റ്റീഡ് ഓഫ് ക്രിയേറ്റിംഗ് കൺഫ്യൂഷൻ, സ്റ്റിൽ ആ ഒരു ബോണ്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കറിയാം ഈ ഒരു കണക്ഷൻ, ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ സെപ്പറേഷൻ ഒരുപാട് ഡെസ്പറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് വിഷമായിട്ടോ അല്ല എടുക്കുന്നത്. അവിടെ ഈവൻ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഓക്കെ, സോ നിങ്ങൾ കാര്യങ്ങൾ കുറെ കൂടെ മെച്യൂർഡ് ആയിട്ട് പരസ്പരം എടുക്കുന്നുണ്ട്. ബട്ട് നിങ്ങൾ വെരി സൂൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഒരു ക്ലിയർ കോൺവെർസേഷൻ ആണ്, ക്ലിയർ കോൺവെർസേഷൻ തരുന്ന ഒരു മീറ്റിംഗ് ആണ്. അതിന് ആ വ്യക്തി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി. സോ അത് എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ എന്താണെന്നുണ്ടെങ്കിലും ഒന്നുകിൽ അത് നിങ്ങൾക്ക് വളരെ സന്തോഷം തരുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരുന്ന ഒരു കാര്യമായിരിക്കാം. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ വളരെ സന്തോഷമാവും ആ ഒരു സിറ്റുവേഷനിൽ, നിങ്ങൾ വളരെ റിലീഫ് ആവുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് അതിലൊരു ക്ലാരിറ്റി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എക്സാക്ട്ലി നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. സോ കുറച്ച് സമയത്തേക്കായിരിക്കാം ചില ആളുകൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം ഈ ഒരു ടൈം, ഈ ഒരു പ്ലേസ്, ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു ടൈം അത്ര സേഫ് അല്ല ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി, റൈറ്റ്? സോ നിങ്ങൾക്ക് പരസ്പരം താല്പര്യം ഉണ്ടായിരിക്കണം വീണ്ടും ഒരുമിച്ച് നിൽക്കുക അല്ലെങ്കിൽ വീണ്ടും കണക്ട് ചെയ്യാന്നുള്ളത്. ബട്ട് ടൈം അത്ര ഒരു ഫേവർ ആയിട്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ പ്ലേസ്, നിങ്ങൾ നിൽക്കുന്ന പ്ലേസ് അല്ലെങ്കിൽ നിങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ
സോ ഇറ്റ്സ് ലൈക്ക് വാട്ട് ഐ ക്യാൻ സേ ഇസ് വളരെ മെച്യൂർഡ് ആയിട്ട് രണ്ടുപേരും എടുക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്, തീരുമാനം എന്നുള്ളതല്ല, മനസ്സിലാക്കല്. അതിനർത്ഥം ഓക്കെ ഇത് വർക്ക് ആവില്ല എന്ന് വിചാരിച്ചിട്ട് രണ്ടാളും രണ്ട് വഴിക്ക് പോവല്ല. ഓക്കെ, ഈ ഒരു ടൈം ഇങ്ങനെയൊക്കെയാണ്. സോ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാം. നീ നിന്റെ കാര്യത്തിലേക്ക് നോക്കൂ, ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് നോക്കാം. ബട്ട് സ്റ്റിൽ വി ആർ കണക്റ്റഡ് എന്നുള്ള ഒരു ഡീലിംഗ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു സേഫ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ് ആവുന്ന സമയത്തും ആ ഒരു ഹോൾഡ്, ഓക്കെ ഇവിടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹോൾഡ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ നഷ്ടപ്പെടുകയാണെന്നുള്ളൊരു ഫീലിങ്സോട് കൂടിയിട്ടല്ല നിങ്ങൾ എന്ത് തീരുമാനങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിൽ എടുക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നുണ്ട്, അവിടെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്കറിയാം ഈ ഒരു സമയത്ത് നിങ്ങൾ പല രീതിയിൽ പല കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കണം, ഫിക്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം. അത് നിങ്ങൾ അങ്ങനത്തെ ഒരു പ്ലേസിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് വർക്ക് ആവാത്തത് മേ ബി ഇത് അതിൻ്റെ ഒരു റൈറ്റ് ടൈം ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ബട്ട് സ്റ്റിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ചാൻസസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു സമയത്ത് അത് വർക്ക് ആയിട്ടില്ല, അല്ലെങ്കിൽ പല സമയത്തായിട്ട് അത് വർക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റിൽ സംവെയർ ഇൻ യുവർ ഫ്യൂച്ചർ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു സ്നേഹം വീണ്ടും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇപ്പം പരസ്പരമായിട്ടുള്ളൊരു ധാരണയിൽ കൂടിയാണ് നിങ്ങൾ സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾ രണ്ടുപേരും പരസ്പരം ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പരസ്പരം എടുക്കുന്ന തീരുമാനം. ബിക്കോസ് ഒരേ സമയം പല കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ. സോ ഒന്നുകിൽ ആ അവസ്ഥ മറ്റൊരാൾ മനസ്സിലാക്കി പെരുമാറുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ എങ്ങനെയാണ് എന്നുള്ളത് ക്ലിയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും, നിങ്ങളുടെ അവസ്ഥ അവർക്കും മനസ്സിലാവുക എന്ന് പറയുന്നത് പോലെ. ഓക്കെ, സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക, നിങ്ങളുടെ പേഴ്സൺ എന്താണോ ഈ ഒരു സമയത്ത് വളരെ തിരക്കായിട്ട് ഫേസ് ചെയ്യുന്നത്, വളരെ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം, അവരുടെ ഒരു പാഷൻ ആയിരിക്കാം, അവർ റിലേഷൻഷിപ്പിൽ ഡീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, അവർ റിലേഷൻഷിപ്പിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കാം, ജോബ് ആയിരിക്കാം, അവരുടെ വേറെ എന്തെങ്കിലുമൊക്കെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം. ചില ആളുകൾക്ക് മേ ബി ഫോർ നോ റീസൺ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ടായിരിക്കാം. ഓക്കെ, അവെയർനെസ് തിരിച്ചറിയുന്നുണ്ട് കൂടുതൽ. ഡിസ്ട്രാക്റ്റഡ് ഓർ ഫില്ലിംഗ് ലൈഫ് വിത്ത് അതർ തിങ്സ്. എക്സാക്ട്ലി ഗ്രൂപ്പ് നമ്പർ 1. സി എങ്ങനെയാണ് നിങ്ങളുടെ റീഡിങ് ആക്യുറേറ്റ് ആവുന്നത് നോക്കൂ. ഡിസ്ട്രാക്റ്റഡ് ഓർ ഫില്ലിംഗ് ലൈഫ് വിത്ത് അതർ തിങ്സ്. എന്തുകൊണ്ടാണ് ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് തോന്നുകയാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് മേ ബി നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം. ബിക്കോസ് അവരുടെ ലൈഫിൽ വേറെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. അത് ഈവൻ തിരിച്ചു ആയിരിക്കാം, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനും അങ്ങനെ ആയിരിക്കാം. ലുക്ക് ഫോർ ലവ്, ഡേറ്റിംഗ്. സോ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ റിലേഷൻഷിപ്പിൽ വേറെ സിറ്റുവേഷൻ, വേറെ ആളുകൾ ഇൻവോൾവ് ആയി, ഓർ മേ ബി നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണ്, വേറൊരു വ്യക്തിയിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കാം. ചില ആളുകൾക്കത് വേറെ വ്യക്തി തന്നെ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ. ഓക്കെ, സോ ഈവൻ ലൈക്ക് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ അവർക്ക് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ അവർക്ക് ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് പകരം വേറൊരു കാര്യം ചൂസ് ചെയ്തു, വേറെ ആളുകളിൽ അവർ സ്റ്റക്കായി, അല്ലെങ്കിൽ വേറെ സിറ്റുവേഷൻ അതുപോലെ വന്നു. ലെറ്റ് ദം മേക്ക് മിസ്റ്റേക്സ്, ലെറ്റ് ദം ടേക്ക് ദാറ്റ് ഡിസിഷൻ. ഓക്കെ, അല്ലെങ്കിൽ ലെറ്റ് ദം ഗോ വിത്ത് ദാറ്റ് പേഴ്സൺ. സോ അങ്ങനെ പോട്ടെ. അങ്ങനെ പോകുന്ന സമയത്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാന്നുള്ളത് ആ വ്യക്തിക്ക് ഒരു ക്ലാരിറ്റി കിട്ടുക, അല്ലേ? ആ വ്യക്തി പല കാര്യത്തിലേക്ക് പോട്ടെ. ആ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് എന്താണ് ശരിയെന്ന് തോന്നുന്നത്, എന്താണ് വേണമെന്ന് തോന്നുന്നത്, ആരാണോ ഈ സമയത്ത് അവർക്ക് റൈറ്റ് ആയിട്ട് തോന്നുന്നത്, അവരത് ചൂസ് ചെയ്തോട്ടെ. അതിനർത്ഥം നിങ്ങൾക്കൊരു വേർത്ത് ഇല്ല എന്നുള്ളതല്ല, നിങ്ങളൊന്നും അല്ല എന്നുള്ളതല്ല. അവരത് മനസ്സിലാക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടാവുന്ന സമയത്താണ് അതൊക്കെ അവർ കണക്ട് ചെയ്ത് ഓക്കെ ഇതല്ല എൻ്റെ ലൈഫിൽ എനിക്ക് വേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവ്, അല്ലെങ്കിൽ ഓക്കെ ഇതാണ് എൻ്റെ ലൈഫിൽ വേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവാം. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ മേലെ ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു രീതിയിലും ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്യേണ്ട കാര്യമില്ല. അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. മേ ബി ഇത് തിരിച്ച് നിങ്ങളുടെ ഒരു അവസ്ഥയായിരിക്കാം, നിങ്ങളായിരിക്കാം ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. ബട്ട് മനസ്സിലാക്കുക, ഇതൊക്കെ നിങ്ങളുടെ എക്സ്റ്റേണലി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ബട്ട് ഡീപ് ഡൗൺ നിങ്ങൾ വളരെ സ്ട്രോങ്ലി കണക്റ്റഡ് ആണ്. സോ അതാണ് ഒരു ഡീൽ അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, എവിടെ വേണമെന്നുണ്ടെങ്കിലും പൊക്കോളൂ, എന്ത് വേണമെന്നുണ്ടെങ്കിലും ചെയ്തോളൂ, ബട്ട് വി ആർ കണക്റ്റഡ്. ഓക്കെ, ആ ഒരു കോൺഫിഡൻസ്
നിങ്ങൾക്കോ ആ ഒരു വ്യക്തിക്കോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. ഹിഡൻ ഡിസയർസ്, ദർ ഇസ് സമൺ എൽസ് ഓർ എ ഫാന്റസി ദാറ്റ് ഈസ് അൺഫുൾഫിൽഡ്. സീക്രറ്റ്, ടെംപ്റ്റഡ്, അഫെയർ. ഓൾറൈറ്റ്. സോ ഈ ഒരു സമയത്ത് റീസെന്റ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നു പോയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ അതാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റക്കാണ്, ആരിലെങ്കിലും സ്റ്റക്കാണ്, അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു കാര്യങ്ങളിൽ അവർ ഇൻവോൾവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ആ വ്യക്തി ഹൈഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ലെറ്റ് ദം ഡു. ഓക്കെ, അതിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആ ഒരു സീക്രറ്റീവ് നേച്ചർ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, സോ ആ ഒരു സമയത്താണ് നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു സിറ്റുവേഷൻ മൂവ് ഓൺ ചെയ്ത് പോവുക. ആൻഡ് അത് നിങ്ങൾ ഒരുപാട് വിഷമത്തോടും കൂടിയല്ല ചെയ്യുന്നത്. നിങ്ങൾക്കത് എവിടേക്കോ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് സിറ്റുവേഷൻ, നിങ്ങൾ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സൈക്കിൾ, ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കൊരു ക്ലോഷർ ആക്കി തന്നെ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവാം. ഈ വ്യക്തി ഈ സമയത്ത് നിങ്ങളെ ചൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം. ആൻഡ് ട്രസ്റ്റ് യുവർ ലവ്, ട്രസ്റ്റ് യുവർ ഫീലിംഗ്, ട്രസ്റ്റ് ഇഫ് യു ആർ എക്സ്പീരിയൻസിങ് എനി കണക്ഷൻ വിത്ത് ദിസ് പേഴ്സൺ. ഓക്കെ, നിങ്ങളുടെ ഫീലിങ്സ് ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഒരു കണക്ട് ചെയ്തിട്ടുള്ള സ്നേഹം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ഈ ഒരു കണക്ഷനിൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയിട്ടുണ്ടോ അത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പോവാം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ പോവാം. ബിക്കോസ് നിങ്ങൾക്കറിയാം ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ആരൊക്കെയോ ഇൻവോൾവ് ആണ്. ഓക്കെ, റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, റീസെന്റ് ആയിട്ട് സംഭവിച്ചിട്ടുള്ള ചില സിറ്റുവേഷൻ ആയിരിക്കാം. ഓപ്പൺ ചാപ്റ്റർ, there are still pages to write, so make them great, revisit, enjoy, keep going. Okay, there are still pages to write. ഞാൻ ഒരു വാക്കും കൂടെ അവിടെ ആഡ് ചെയ്യാണ്. there are still pages to, what is that, read. ഓക്കെ, സോ ഇതുവരെ നിങ്ങൾ ഇത്രേ വായിച്ചിട്ടുള്ളൂ, നിങ്ങളുടെ ലൈഫിൽ ഇത്രേ വായിച്ചിട്ടുള്ളൂ. ഇനി എന്താ നിങ്ങൾ വായിക്കാൻ പോകുന്നത്, അതായത് ഇനി എന്താ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയില്ല, അല്ലെ? ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ ഇനി എന്തൊക്കെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയില്ല. ലൈഫിന്റെ മുന്നോട്ട് നിങ്ങൾ വരിക, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ വീണ്ടും റീവിസിറ്റ് ചെയ്യുക, ലൈഫ് എൻജോയ് ചെയ്യുക, ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവാം. റീവിസിറ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ചില ക്ലോഷർ നിങ്ങൾക്ക് ആവശ്യമില്ല. ഈവൻ നിങ്ങൾക്ക് ഒരു ക്ലോഷർ ത്രൂ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും ഗ്രൂപ്പ് നമ്പർ 1 ചിലത് നിങ്ങൾ ഒന്ന് പിറകോട്ട് നോക്കുന്ന സമയത്ത് തന്നെ ഈ പേഴ്സന്റെ ബിഹേവിയർ, ഈ പേഴ്സന്റെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും, അല്ലെ? നിങ്ങൾക്ക് മുന്നോട്ട് പോവാൻ ഉള്ളൊരു ക്ലാരിറ്റി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പാനിക് ആക്കാത്ത ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവും. ബിക്കോസ് നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തിൽ, ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മേലുള്ള ഒരു വിശ്വാസമായിരിക്കാം, നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളായിരിക്കാം, റിലേഷൻഷിപ്പിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു സ്നേഹമായിരിക്കാം. ഗോൾഡൻ കേജ്, ബ്രേക്ക് ഫ്രീ ഫ്രം സ്ട്രെസ് ആൻഡ് ടോക്സിക് റിലേഷൻഷിപ്സ്. ഓക്കെ, സോ ഇത് നിങ്ങൾ വിചാരിക്കും ഇത് നിങ്ങളുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഗോൾഡൻ കേജ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ പല ആളുകളും ചിലപ്പോൾ പറയുന്ന ഒരു കാര്യമായിരിക്കും, ഞാൻ എങ്ങനെ ചെയ്തു, ഇത്ര സ്നേഹിച്ചു, ഇത്രയും ആ വ്യക്തിയെ മനസ്സിലാക്കുന്ന സ്നേഹിക്കുന്ന ഒരാൾ ഉണ്ടാവില്ല. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് ഒരു സ്വർണ്ണ കൂടാരം പോലെയാണ്. സ്വർണം കൊണ്ടാണ് കൂടാരമെങ്കിലും സ്വാതന്ത്ര്യം ഉണ്ടാവുന്നില്ല. ആ വ്യക്തിക്ക് ഈ സമയം വേണ്ടത് സ്വാതന്ത്ര്യമാണ്. നിങ്ങളത് വീണ്ടും വീണ്ടും നിങ്ങളുടെ ഒരുപാട് സ്നേഹം കൊണ്ട് നിങ്ങളത് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ഗോ. അവര് പറന്നു പോവാൻ നിങ്ങൾ അനുവദിക്കുക. അവർക്ക് എവിടെയാണ് പോകാൻ തോന്നുന്നത് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കണം. ഗ്രൂപ്പ് നമ്പർ 1 ചില കാര്യങ്ങൾ അവിടെ ഹൈഡ് ചെയ്യുന്നുണ്ട്, ഹൈഡ് ആയിട്ടുള്ള ഡിസൈർസ് ഉണ്ടാവുന്നുണ്ട്, ഫാന്റസീസ് ഉണ്ടാവുന്നുണ്ട്, പുതിയ ആരെങ്കിലുമൊക്കെ ഇൻവോൾവ് ആവാനുള്ള ഒരു സാധ്യത നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട്. ഓക്കെ, നിങ്ങളിത് റിലേറ്റ് ചെയ്യുക. ഇനി ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ സംശയത്തോടു കൂടിയിട്ട് കാണാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ തോന്നുന്നുണ്ട്, ഓർ സം റീസൺ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് അത്ര ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അവരെന്തോ ഒരു കാര്യത്തിൽ സ്ട്രിക്റ്റ് ആണ്. ഓക്കെ, ഒന്നെങ്കിലും റിലേഷൻഷിപ്പ് ആയിരിക്കും, വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണ്, ഓർ വളരെ സഫോക്കേറ്റഡും ആണ്. ഒരിക്കലും നിങ്ങളുടെ സ്നേഹം കൊണ്ട് ഈ വ്യക്തിയെ തളച്ച്
വെക്കാൻ നോക്കരുത്. ആ വ്യക്തിക്ക് ഫ്രീഡം വേണം. ഓക്കെ, നിങ്ങൾ ഇനി എത്ര പറയാണ് ഞാൻ അത്രയും സ്നേഹിച്ചു ആ വ്യക്തിയെ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മിസ്റ്റേക്ക് ആണ്. ആൻഡ് ആ വ്യക്തി അത്ര സഫോക്കേറ്റഡ് ആയിട്ട് നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരിക്കണം. മേ ബി ആ വ്യക്തിക്ക് അത്ര സ്നേഹം വേണ്ട, മേ ബി അതല്ല ആ വ്യക്തിക്ക് ഒരു സമയത്ത് വേണ്ടത്. ഓക്കെ, സോ എന്താണോ നിങ്ങൾ ഒരുപാട് ടോക്സിക് ആക്കാൻ ശ്രമിക്കുന്നത്, ഡെഫിനറ്റ്ലി നിങ്ങളത് റിലീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എസ്കേപ്പ് വേഴ്സ് ന്യൂ പാസ്. ഓക്കെ, നിങ്ങൾക്കാണോ ഇനി അതൊരു സ്വപ്ന കേജ് ആയിട്ട് തോന്നുന്നത്, നിങ്ങൾ അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുക്കുക. പുതിയ പാത്തിലേക്ക് നിങ്ങൾ ചൂസ് ചെയ്യുക. എക്സ്പ്ലോറിങ്, ടെസ്റ്റിംഗ് ദ വാട്ടർ ഓർ സ്റ്റിൽ ലുക്കിംഗ് ഫോർ ദ റൈറ്റ് വൺ. ഓക്കെ, സോ നിങ്ങൾക്കറിയാം ചില കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഈ വ്യക്തിക്ക് ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങളത് കുറേ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെ. ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾ ആ വ്യക്തിയെ കുറച്ച് സമയമായിട്ട് നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. റൈറ്റ്, നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. റൈറ്റ്, സോ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ വ്യക്തിക്ക് അത്ര ഒരു ഇൻട്രസ്റ്റ് നിങ്ങളിലേക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പുതിയ പാത്ത് ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഹ്യൂമൻസ് ആണ്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുകളാണ്. നമുക്ക് ആനിമൽസിനൊക്കെ പോലെ നമുക്ക് ഇങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റില്ല മനുഷ്യന്മാരെ ലൈഫിൽ. അവർക്ക് പോകണം തോന്നുന്നുണ്ടെങ്കിൽ, അവർ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണ് അവരുടെ ലൈഫിൽ നന്നായിട്ട് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ let them go for this moment. ഓക്കെ, സോ ചില ആളുകൾക്ക് ഇത് നിങ്ങൾക്കുള്ളൊരു ക്ലിയർ ക്ലോഷർ ആണ്. ഓക്കെ, നിങ്ങൾ ഇനിയും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കരുത്. നിങ്ങൾക്ക് ഒരുപാട് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട് എന്താ എന്നുള്ളത്. റൈറ്റ്, ഒരു ക്ലോഷർ ആയിട്ട് തന്നെ എടുക്കുക. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക നിങ്ങൾക്കിതൊരു ക്ലോഷർ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, റിലേറ്റ് ചെയ്യുക ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിട്ട്. അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 നൗ. ഹേയ്, ഗ്രൂപ്പ് നമ്പർ 2, ദ പേഴ്സൺ ഓൺ യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി. എന്താണ് ഈ വ്യക്തിയുടെ കറൻറ്റ് ഫീലിംഗ്, കറൻറ്റ് സിറ്റുവേഷൻ, ഈ റിലേഷൻഷിപ്പിനെ പറ്റി, ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത്? ലെറ്റ്സ് സീ ഗ്രൂപ്പ് നമ്പർ 2. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ പറ്റി ചിന്തിക്കുക. ഈ റിലേഷൻഷിപ്പിനെ പറ്റി, ഈ പേഴ്സണെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് എങ്ങനെയാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, എന്തൊക്കെയായിരുന്നോ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ളത്, ജസ്റ്റ് ക്വിക്കായിട്ട് നിങ്ങളുടെ മനസ്സിലൊന്ന് ഓർത്തെടുക്കുക. ഓക്കെ, സോ ലെറ്റ്സ് സീ ദ പേഴ്സൺ ഓൺ യുവർ മൈൻഡ്, ഗ്രൂപ്പ് നമ്പർ 2. എങ്ങനെയാണ് ഈ വ്യക്തി നിങ്ങൾ ഈ സമയം കാണുന്നത്, എങ്ങനെയാണ് നിങ്ങളടുത്ത് ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത്? ഓക്കെ, ഈ വ്യക്തിയുടെ ഹെഡിൽ നിങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് എന്തൊക്കെ അവർ ചെയ്യുന്ന സമയത്തും നിങ്ങൾ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോൺവെർസേഷൻ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നമ്മൾ ടെലിപ്പത്തിക്കലി കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് പോലെ. ഓക്കെ, എപ്പോഴും ആ ഒരു ലൈക്ക് ഒരു കൈൻഡ് ഓഫ് റൊട്ടേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നോ, എന്തൊക്കെ കോൺവെർസേഷൻസ് ഉണ്ടായോ, അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻ ആയിരിക്കാം. ഓക്കെ, സോ ടെലിപ്പത്തിക്കലി നിങ്ങൾ ഒരുപാട് കണക്റ്റ് ആവുന്നുണ്ട്. ഈ വ്യക്തി എപ്പോഴും നിങ്ങളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഉണ്ട്. സോ ഈ വ്യക്തിക്ക് നിങ്ങളുടെ പ്രസൻസ് എപ്പോഴും ഉണ്ടാവുന്നതായിരിക്കാം. നിങ്ങളായിട്ടുള്ള കോൺവെർസേഷൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു പേഴ്സണും ആയിരിക്കാം. നിങ്ങളുടെ കോൺവെർസേഷൻ ഒരുപാട് ഡീപ്പായിട്ട് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ കൂടി ആയിരിക്കാം. ചില സമയത്ത് നിങ്ങളുടെ കോൺവെർസേഷൻ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആ വ്യക്തി ഒരുപാട് ഹേർട്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. വളരെ പേഴ്സണലായിട്ടും എടുക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, വളരെ ഷാർപ്പായിട്ടും എടുക്കാനുള്ളൊരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ സംസാരം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണിത്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ ഡിവൈൻ ടൈം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആവുന്നുണ്ടായിരിക്കണം. ഈ വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ കണക്ക് കൂട്ടലുകൾ ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ അടുത്ത്. എന്തൊക്കെയോ കാര്യങ്ങൾ അവരിങ്ങനെ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട് പറയാൻ. ഓക്കെ, സംസാരിക്കാൻ, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. സോ അവരുടെ ചില സമയത്ത് നമ്മൾ ചില ആളുകളെ കാണാൻ പോകുന്നതിന് മുൻപ് ഒക്കെ ഇന്ന കാര്യങ്ങളായിരിക്കാം പറയേണ്ടത് എന്നുള്ളൊരു ഒരു കാര്യം നമ്മുടെ മനസ്സിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അല്ലേ. എക്സാക്ട്ലി ആ വ്യക്തിക്ക് ഈ സമയം അങ്ങനെയാണ് അവരുടെ ഒരു ഹെഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന കാര്യങ്ങൾ പറയണം, ചെയ്യണം. മേ ബി നിങ്ങളായിട്ട് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉള്ള വ്യക്തിയും ആയിരിക്കാം. എന്തൊക്കെയോ പറയുന്ന കാര്യത്തിൽ അവർ ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെക്കുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി ഈ സമയത്ത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇങ്ങനെ അവർ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അത് എപ്പോഴും മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ കോൺവെർസേഷൻ എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ വെയർ ദേ ആർ, വാട്ട് ദേ ആർ ഡൂയിങ്, വിത്ത് ഹൂം ദേ ആർ. ഈ ഒരു കോൺവെർസേഷൻ എപ്പോഴും അവരുടെ തലയിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് സീ എങ്ങനെയാണ് ഈ വ്യക്തി നിങ്ങളെ കാണുന്നത്, എന്താണ് ഈ വ്യക്തിയുടെ ഒരു കറന്റ് ഫീലിങ്സ്, കറന്റ് സിറ്റുവേഷൻ, സ്പെഷ്യലി നിങ്ങളെ പറ്റി. ഓക്കെ, സോ വളരെ കണക്റ്റഡ് ആണ്. ഓക്കെ, വളരെ സന്തോഷം ഉണ്ട്.
അല്ലെങ്കിൽ വളരെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ നിങ്ങൾ റീസെൻ്റ് ആയിട്ട് റീകണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. എസ്പെഷ്യലി നിങ്ങൾ സെപ്പറേറ്റ് ഒക്കെ ആയിട്ട് നിന്നിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെരി സൂൺ ഒന്നെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു റീയൂണിയൻ സിറ്റുവേഷനിലേക്ക് റീസെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കണം അല്ലേ, അല്ലെങ്കിൽ വെരി സൂൺ നിങ്ങൾക്ക് റീകണക്ഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പിന്റെ ഒരു മേജർ ഇവന്റ് സംഭവിക്കുന്നുണ്ട്. അത് ഒന്നുകിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്യുന്നതായിരിക്കാം, ഓർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ മേജർ ചേഞ്ചസ് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ചേഞ്ചസ് ആണ്. ഓക്കെ, സംസാരിക്കുന്നതായിരിക്കാം, കണ്ടുമുട്ടുന്നതായിരിക്കാം, നിങ്ങളുടേതായിട്ടുള്ള ഒരു ക്വാളിറ്റി ടൈം നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾ വീണ്ടും റിലേഷൻഷിപ്പിനെ ഒരുപോലെ നോക്കി കാണാൻ തുടങ്ങുന്നതായിരിക്കാം, നിങ്ങൾ വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി ഒരുമിച്ച് സംസാരിച്ച് തുടങ്ങുന്നതായിരിക്കാം. ഓക്കെ, സോ പഴയ കാര്യങ്ങളൊക്കെ റീകോൾ ചെയ്യുന്നതായിരിക്കാം, പുതിയ പ്ലാൻസ് ഒക്കെ തയ്യാറാക്കുന്നതായിരിക്കാം. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓൾറെഡി നടന്നു പോകുന്നുണ്ടായിരിക്കണം. ഓർ നിങ്ങൾ വെരി സൂൺ ഇതുപോലത്തെ മാറ്റങ്ങൾ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് നിങ്ങൾക്കും ഇത് തോന്നുന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങളും ഇതിനെ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് മ്യൂച്വലി നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ടെലിപ്പത്തിക്കലി വളരെ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്യാണ്. സോ എന്താണോ ആ വ്യക്തി ചിന്തിക്കുന്നത്, എന്താണ് ആ വ്യക്തിയുടെ ഒരു ഡിസയർ, അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്കും കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്കും തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ബിക്കോസ് എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത്, ഫീൽ ചെയ്യുന്നത്, സിമിലർ ആണ് ആ വ്യക്തിയുടെ ഫീലിങ്സ് നിങ്ങളുടെ മേലെ. ഓക്കെ, പ്ലാനിങ്സ് ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2 സി, വളരെ ഒരു അട്രാക്ഷൻ ഗ്രൂപ്പ് നമ്പർ 2 ഈ സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളുടെ മേലെ ഉണ്ടാവുന്നുണ്ട്. സോ അവരെ അവരുടെ ഒരു ഫ്യൂച്ചർ പാർട്ട്ണർ ആയിട്ടോ അല്ലെങ്കിൽ അവരെ നിങ്ങളുടെ ഒരു പാർട്ട്ണർ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫിൽ അത്രയും കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, ഒരു ഫാദർലി അഫെക്ഷൻ അല്ലെങ്കിൽ ഒരു മദർലി അഫെക്ഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം അല്ലേ. ഇറ്റ്സ് ലൈക്ക് അവരുടെ ലൈഫിൽ നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് തിരിച്ച് നമ്മളെ വീട്ടിൽ കാത്തിരിക്കാൻ ഒരാൾ ഉണ്ടാവുക എന്ന് അങ്ങനത്തെ ഒരു ആള് എങ്ങനെ ആയിരിക്കണം എന്നുള്ള ആ വ്യക്തിയുടെ ആ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് നിങ്ങളാണ്. ഓക്കെ, സോ ആ വ്യക്തി തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനർത്ഥം ആ വ്യക്തിയുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് അവർക്ക് അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ നിങ്ങളാണ് ആ വ്യക്തിയുടെ ആ ഒരു സ്പെഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, അത് പ്രശ്നങ്ങളായിക്കോട്ടെ, എത്രയും സന്തോഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളടുത്താണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈവൻ നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ ഈ സമയത്ത് നിങ്ങൾ സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും എന്താണ് അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അവർ നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെയാണ്. സോ ഇറ്റ്സ് ലൈക്ക് അവർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കായിരിക്കാം, ബട്ട് സ്റ്റിൽ they are communicating with you. Okay, telepathically. ഓക്കെ, നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം എന്നുള്ളതല്ല, നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഒരു ഡിവൈൻ ഇൻവോൾവ്മെന്റ് ഉണ്ടാവുന്ന ഒരു ടൈം കൂടിയാണ്. ഓക്കെ, പല കാര്യങ്ങളും നിങ്ങൾ റിലേഷൻഷിപ്പിൽ അലൈൻഡ് ആയിട്ട് വരുന്ന ഒരു ടൈം കൂടിയാണ്. സോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ വ്യക്തി നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, കാത്തിരിക്കുന്നുണ്ട്, നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കൂടെ യാത്ര അല്ലെങ്കിൽ മേ ബി ഇതൊരു കൈൻഡ് ഓഫ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾക്ക്. ഓക്കെ, ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ടൈമിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ആൻഡ് ഡെഫിനറ്റ്ലി ഈ വ്യക്തിക്ക് നിങ്ങളുടെ മേലെ അത്രയും ഒരു ട്രസ്റ്റ് ഉണ്ടാവുന്നുണ്ട്, ഈ ഒരു റിലേഷൻഷിപ്പിന്റെ മേലെ അത്രയും ഒരു ഫെയ്ത്ത് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ തിരിച്ചു വരും എന്നുള്ളൊരു ഫെയ്ത്ത് ഉണ്ടാവുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളടുത്ത് വളരെ ലോയൽ ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടി ആയിരിക്കാം. ഓക്കെ, വളരെ ലോയൽ, വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, എസ്പെഷ്യലി റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത്. ഓക്കെ, വളരെ സൈലന്റ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഈ സമയം അവർ ഒരുപാട് മെച്യൂർഡ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, വളരെ കാം ആയിട്ടാണ് അവർ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ പെരുമാറ്റം ആയിക്കോട്ടെ, പല കാര്യങ്ങളും അവർ വളരെ ക്ഷമയോട് കൂടിയിട്ടായിരിക്കാം ഈ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. വളരെ പേഷ്യന്റ് ആയിട്ടാണ് ആ വ്യക്തി നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്. ക്ഷമ അവർ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി ഈ സമയത്ത് നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി വളരെ സന്തോഷമാണ് നിങ്ങളുടെ കൂടെ. ഓക്കെ, നിങ്ങളുടെ കൂടെ ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളുടെ പ്രസൻസിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളായിട്ടൊരു ഫാമിലി ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്. നിങ്ങൾ വീട്ടിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്. ഓക്കെ, നിങ്ങളടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവരും ഒരു കുട്ടിയാവുകയാണ്. ഗ്രൂപ്പ് നമ്പർ 2, എപ്പോഴാണ് ഒരു വ്യക്തി അവരുടെ ഒരു കുട്ടിത്വം ഒരാളിൽ കാണിക്കുക, ആ വ്യക്തിയുടെ അടുത്ത് അത്രയും സേഫ് ആയിട്ടും അത്രയും ഇഷ്ടം തോന്നുന്ന സമയത്താണ്. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അടുത്ത് അത്രയൊരു
ആ വ്യക്തി അത്രയൊരു മദർലി അഫെക്ഷനോ ഫാദർലി അഫെക്ഷനോ ഇയാളുടെ അടുത്ത് കാണിക്കുന്ന സമയത്താണ്. ഓക്കെ, സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങനെയാണ്. ആ വ്യക്തിക്ക് ഒരു കുട്ടിയായിട്ട് നിങ്ങളുടെ അടുത്ത് മാറാനും നിങ്ങൾക്കും അങ്ങനെ നിൽക്കാനും സാധിക്കുന്നുണ്ടായിരിക്കണം. ബിക്കോസ് ഇത് നിങ്ങളുടെ ഒരു കംഫർട്ട് പ്ലേസ് ആണ്, റൈറ്റ്? ഇത് നിങ്ങളുടെ അത്രയൊരു ഹോം ഫീലിംഗ് തരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഇവിടെ പല റോളുകൾ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്ന പല റോളുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നല്ലൊരു ഫ്രണ്ട് ആയിരിക്കാം ഈ വ്യക്തി, നിങ്ങളുടെ നല്ലൊരു എനർജി ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, നല്ലൊരു പേഴ്സൺ, നല്ലൊരു പേഴ്സണാലിറ്റി, ഓർ നിങ്ങളുടെ ലൈഫിൽ ഫെമിനിൻ ഓർ മാസ്കുലിൻ ആണ് ഈ ഒരു വ്യക്തി. അങ്ങനെ നിങ്ങൾ കാണേണ്ട ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ആൻഡ് നിങ്ങളുടെ ഒരു അഡ്വൈസർ ആണ്, നിങ്ങളുടെ ഒരു വെൽവിഷർ ആണ്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ്, റൈറ്റ്? നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളും കൂടിയാണ് ഈ വ്യക്തി. ആൻഡ് അത് ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. ആൻഡ് നിങ്ങൾ വീണ്ടും ഹൈലി റീകണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് യു ബോത്ത് ആർ ട്രൂലി ഡിസേർവ് ദാറ്റ്. സോ ലെറ്റ് സി, എന്താണ് ഈ വ്യക്തിയുടെ ഒരു ഡീപ്പസ്റ്റ് ഫീലിങ്സ്, ഡിസയർ നിങ്ങളുടെ കൂടെ, എന്താണ് ഈ വ്യക്തിയെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടത് ഈ സമയം? ഗ്രൂപ്പ് നമ്പർ 2, ഫ്ലൈയിങ് ഹൈ, ഫീലിംഗ് infatuated or having an intense affair. ഗ്രൂപ്പ് നമ്പർ 2, വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഫീലിങ്സ്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2, ഇത് നിങ്ങൾ വളരെ മ്യൂച്വലി കണക്ട് ചെയ്യുന്ന ഒരു ഫീലിങ്സ് ആണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പ്ലാനിങ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു ബെസ്റ്റ് പാർട്ട്ണർ ആണ്. ഒരു രീതിയിൽ നിന്ന് മാത്രം എന്നുള്ളതല്ല, പല രീതിയിൽ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണിത്, റൈറ്റ്? ഗ്രൂപ്പ് നമ്പർ 2, എന്താണ് ഈ വ്യക്തിയുടെ ഒരു ഡീപ്പസ്റ്റ് ഫീലിങ്സ് നിങ്ങളുടെ അടുത്ത്? ഈ വ്യക്തി നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്. ഗ്രൂപ്പ് നമ്പർ 2, എക്സ്പ്രഷൻ, being able to share your feelings openly, vulnerable, honesty. ഓൾറൈറ്റ്, സോ വെരി സൂൺ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്, എസ്പെഷ്യലി ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യും. അവർ ഓപ്പൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ടൈമാണ്. അവരുടെ സ്നേഹം ആയിക്കോട്ടെ, അവർക്ക് എന്ത് തോന്നി, അവർക്ക് എന്ത് വേണം. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എഗെയിൻ നിങ്ങൾ വീണ്ടും റീകണക്ട് ചെയ്യാൻ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കണക്ട് ചെയ്തത് വളരെ നല്ല നല്ല കാര്യങ്ങളായിരിക്കാം. വളരെ ഇൻറ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഫീലിങ്സ്, നിങ്ങളൊരു റൊമാൻറ്റിക് കെമിസ്ട്രി ഒക്കെ, നിങ്ങളുടെ റൊമാൻറ്റിക് സിറ്റുവേഷൻ, നിങ്ങളൊരു കെമിസ്ട്രി, നിങ്ങളുടെ ഇൻറ്റിമസി ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കണം. ബട്ട് നിങ്ങൾ എസ്പെഷ്യലി ഒരു സെപ്പറേഷന് ശേഷം നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്യാൻ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഈ വ്യക്തിയെ പറ്റി കൂടുതൽ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഒരു ഫീലിങ്സിന്റെ ഒരു ഡെപ്ത് എന്താണെന്നുള്ളത് നിങ്ങൾ ആ സമയത്തായിരിക്കാം മനസ്സിലാക്കാൻ പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇറ്റ് ഈസ് ലൈക്ക് ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ കൗതുകം ഉണ്ടാക്കുന്നതും വളരെ ഇൻറ്റൻസ് ആയിട്ട് തോന്നുന്നതും വളരെ ഒരു സോൾഫുൾ ആയിട്ട് തോന്നുന്നതുമായിട്ടുള്ള കോൺവെർസേഷനും ഇൻറ്റിമസിയും അഫെക്ഷനും ഫീലിങ്സും ഇമോഷൻസും നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ വെരി സൂൺ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ വ്യക്തിയുടെ ഒരു കറന്റ് സിറ്റുവേഷൻ, ആ വ്യക്തിയുടെ ഒരു കറന്റ് ഫീലിങ്സ് നോക്കുന്ന സമയത്ത് അത്രയും ഒരു കാര്യങ്ങൾ ആ വ്യക്തിക്ക് നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതുവരെ ആ വ്യക്തി എക്സ്പ്രസ് ചെയ്തതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഈ വ്യക്തിക്ക് നിങ്ങളെടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2, burning bright, stock passion to keep the flame of love alive, intimacy sparks warmth. Exactly, see, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചൂട് പിടിക്കാൻ പോകുന്ന ഒരു ടൈമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഇന്റൻസിറ്റി നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ, ഐ കൻ ടെൽ യു ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ടൈം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. നിങ്ങളുടെ ഒരു മെമ്മറീസ് ആണ് അതൊക്കെ, നിങ്ങളുടെ ഒരു ലൈഫ് ടൈം മെമ്മറിയാണ്. നിങ്ങൾക്ക് അങ്ങനെ മീറ്റ് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, ഒരു ഗ്യാപ്പിന് ശേഷം നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് ഷെയർ ചെയ്യുന്നത് പരസ്പരം, നിങ്ങൾ എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് ഇമോഷണലി വൾണറബിൾ ആവുന്നത്, നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത്, അത് ഒരിക്കലും നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. അത്ര ഇന്റൻസ് ആയിട്ടാണ്, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പരസ്പരം നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഈ വ്യക്തിയുടെ ആ ഒരു ടാലന്റ് നിങ്ങൾ മനസ്സിലാക്കാൻ പോവാണ്. ഓക്കെ, ആ വ്യക്തിയുടെ ആ ഒരു ഇന്നസെൻസ് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പോവാണ്. ആ ഒരു വ്യക്തിയുടെ ഹോണസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ പോവാണ്. സ്റ്റെബിലിറ്റി,
Finding your balance and not rocking the boat. Poised, calm, steady. ഓക്കെ, എങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ബാലൻസ് ചെയ്യുന്ന ഒരു ടൈമിലേക്കും കൂടിയാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി, കൺസിസ്റ്റൻസി ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു ടൈമിലേക്കും കൂടിയാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, ലെറ്റ്സ് ടേക്ക് വൺ മോർ കാർഡ് ഫോർ ഗ്രൂപ്പ് നമ്പർ 2. എന്താണ് ഈ വ്യക്തിയെ പറ്റി നിങ്ങൾ അറിയേണ്ടത്? ആ വ്യക്തിയുടെ ഒരു ഫീലിങ്സ്, കറന്റ് സിറ്റുവേഷൻ, breaking free, getting out of a situation or being your own way now. Freedom, independent. Okay, see, ഒരുപാട് കാത്തിരിപ്പുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ക്ഷമ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്, റൈറ്റ്? ആൻഡ് ഫൈനലി അതിന്നൊരു ഫ്രീഡം ഉണ്ടാവുകയാണ്. ഓക്കെ, ഒരുപാട് സഫോക്കേറ്റഡ് ആയിട്ട് നിന്നിട്ടില്ല, അല്ലെങ്കിൽ സപ്രസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഇമോഷൻസ് അവിടെ എക്സ്പ്രസ്ഡ് ആവാൻ പോവാണ്. സോ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനി നിങ്ങൾ പറയാൻ പോവാണ്. ഓക്കെ, ആൻഡ് ബിക്കോസ് ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങളടുത്ത് ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഇമോഷണലി ആയിരിക്കാം, സ്നേഹമായിരിക്കാം, മേ ബി ആർഗ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കാം. ചിലത് നിങ്ങളടുത്ത് ആ വ്യക്തി ഒരുപാട് ആർഗ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം. എന്തിനാണ് ആർഗ്യൂ ചെയ്യുന്നത്? നിങ്ങളടുത്ത് വെറുതെ വഴക്കുണ്ടാക്കാനല്ല, ആ ഒരു റിലേഷൻഷിപ്പ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, ആ ഒരു റിലേഷൻഷിപ്പിൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം. യു ആർ ഓൾവേസ് ബ്യൂട്ടിഫുൾ ടു സംവൺ ഹു ലവ്സ് യു. സോ ഈ വ്യക്തി ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ നിങ്ങൾ എന്തൊക്കെ കാണിച്ചാലും, നിങ്ങൾ എങ്ങനെയൊക്കെ പെരുമാറിയാലും ആ ഒരു സ്നേഹത്തിന് അവിടെ ഫെയ്ഡ് ആവാൻ സാധിക്കില്ല. കോൺഫിഡൻറ്റ്, റിയൽ ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, സോ ഇത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു ഹയർ സ്റ്റാൻഡേർഡിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, സി ആൻഡ് അഗെയിൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ ഗ്രോത്ത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. സോ ഒരു ടൈമിൽ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെയല്ല നിങ്ങളൊരു 10 വർഷം കഴിഞ്ഞാലും നിങ്ങൾ പരസ്പരം മനസ്സിലാക്കി രണ്ടുപേരും ഗ്രോ ചെയ്തു വരുന്നുണ്ട്. ഓക്കെ, എപ്പോഴാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ ടോക്സിക് ആയിട്ട് കാണേണ്ടത്? എന്തൊക്കെ ചെയ്താലും മാറ്റങ്ങളില്ല, പണ്ടെങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് സിറ്റുവേഷൻ പോകുന്നത്. ആ വ്യക്തിയുടെ സ്വഭാവം മാറ്റുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് അറിയുന്നുണ്ടാവില്ല, നിങ്ങൾ ഒരുപാട് ഹേർട്ട് ആവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ കാരണം ആ വ്യക്തി ഒരുപാട് വീണ്ടും 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 ഹേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഡെഫിനറ്റ്ലി നിങ്ങൾ ഓടിപ്പോകേണ്ട ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. പക്ഷേ ഈ റിലേഷൻഷിപ്പ് ഈ റീഡിങ് നിങ്ങൾക്ക് എത്രമാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴാണോ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എവിടെ നിങ്ങൾ തുടങ്ങി അവിടുന്ന് ഒരുപാട് ഇംപ്രൂവ്മെന്റ്, അന്ന് കണ്ടിട്ടുള്ള ഒരു പേഴ്സൺ അല്ല, ബട്ട് ഒരുപാട് ചേഞ്ചസ് ഉണ്ട്, അല്ലെങ്കിൽ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. എങ്ങനെ ട്രീറ്റ് ചെയ്തു, ആ ഒരു സ്നേഹത്തിൽ, നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്നതിൽ, നിങ്ങൾ പരസ്പരം കണക്ട് ചെയ്യുന്നതിൽ, ആൻഡ് ആ ഒരു റിലേഷൻഷിപ്പിൽ മാത്രം എന്നുള്ളതല്ല, നിങ്ങൾ ഇൻഡിവിജ്വലി ഗ്രോ ചെയ്യുന്നുണ്ട് എന്നുള്ളതും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നതുകൊണ്ട് ഒരാൾ വളരെ സ്ട്രഗിൾ ചെയ്ത് ജീവിച്ച് പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അഗെയിൻ നിങ്ങൾ ഇത് ഒരു ടോക്സിക് ആയിട്ട് തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് നിങ്ങൾ ഇതിൽ ആവശ്യമില്ലാത്ത ഇമോഷൻസും സെന്റിമെന്റ്സും നിങ്ങൾ അവിടെ ആഡ് ഓൺ ചെയ്യാണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഈ വ്യക്തിയെ നിങ്ങൾ കാണേണ്ടത് ഗ്രൂപ്പ് നമ്പർ 2. ഈ വ്യക്തി ഓക്കെ, ഈവൻ നിങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ ഇല്ലാന്നുണ്ടെങ്കിലും, ഈ വ്യക്തിയുടെ റിലേഷൻഷിപ്പിൽ എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിലും, ഈ ആ വ്യക്തിയുടെ ലൈഫ് എപ്പോഴും ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കണം. ലൈക്ക് ദിസ്, അവർ ഹാപ്പിയാണ് അവരുടെ ലൈഫിൽ, കോൺഫിഡൻ്റ് ആണ്. മേ ബി നിങ്ങൾ സെപ്പറേഷനിൽ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി അത്രയും പ്രൗഡ് ആയിട്ടായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുക, അത്രയും കോൺഫിഡൻ്റ് ആയിട്ടായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുക. ദാറ്റ് ഡസൻറ്റ് മീൻ ഈ വ്യക്തി നിങ്ങളെ മറന്നു, അല്ലെങ്കിൽ ഓക്കെ നിങ്ങളില്ലാതെ ആ വ്യക്തി ഓക്കെ ആണെന്നുള്ളതല്ല. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സിൽ, സ്നേഹത്തിൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവുന്നുണ്ട്. സോ അത് അവിടെ സേഫ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പ്ലേസ് വളരെ വളരെ സീക്രട്ട് ആയിട്ട് അവർ കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യേണ്ട ഒരു റിലേഷൻഷിപ്പാണ്. ഗ്രൂപ്പ് നമ്പർ 2 റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട്. വളരെ ബ്യൂട്ടിഫുൾ റീഡിംഗ് ഗ്രൂപ്പ് നമ്പർ 2. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 നൗ. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇത് നിങ്ങൾക്ക് എത്രമാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് പറയാൻ മറക്കരുത്. ഹേയ്, ഗ്രൂപ്പ് നമ്പർ 3, ദ പേഴ്സൺ ഓൺ യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി. എന്തൊക്കെയാണ് ഈ വ്യക്തിയുടെ കറന്റ് ഫീലിംഗ്, സിറ്റുവേഷൻ, ഈ വ്യക്തിയെ പറ്റി, ഈ റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങൾ എന്തൊക്കെയാണ് കേൾക്കേണ്ടത്, നിങ്ങൾക്കുള്ള മെസ്സേജ്, നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്തൊക്കെയാണ്, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 3, തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആ വ്യക്തിയെ പറ്റി ചിന്തിക്കുക.
എന്താണ് ഈ വ്യക്തിയെ പറ്റി നിങ്ങൾ കേൾക്കേണ്ടത്, എന്താണ് അവരുടെ ഒരു കറന്റ് ഫീലിങ്സ്, കറന്റ് സിറ്റുവേഷൻ. ഗ്രൂപ്പ് നമ്പർ 3, എന്താണ് അവരുടെ ഒരു കറന്റ് ഫീലിംഗ്, കറന്റ് സിറ്റുവേഷൻ. റൈറ്റ്. സോ ഈ വ്യക്തി നിങ്ങളെടുത്തുന്ന ചില കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഈ വ്യക്തിയുടെ ഒരു ജെന്യൂൻ ഫേസ് അല്ല നിങ്ങളെടുത്ത് ഈ ഒരു സമയത്ത് കാണിക്കുന്നത്. ഓക്കെ. ആ വ്യക്തി എന്തെങ്കിലും നിങ്ങൾക്ക് ഹാംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാന്നുള്ളതല്ല, ബട്ട് അവരുടെ ഒരു ജെന്യൂൻ ഫീലിങ്സ് അല്ല നിങ്ങളെ കാണിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ. ഒന്നുകിൽ നിങ്ങൾ ആ വ്യക്തിയെ വളരെ ഹാപ്പി ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അവരത്ര ഹാപ്പി ആയിക്കൊള്ളണമെന്നില്ല. ഒന്നുകിൽ ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളടുത്ത് നിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് തന്നെ ചില കാര്യങ്ങൾ അറിയാം, എന്തോ ഒരു കാര്യം ജെന്യൂൻലി അല്ല ഫ്ലോ ചെയ്യുന്നതെന്നുള്ളത്, അല്ലേ? ഹൈഡ് ചെയ്യാന്നുള്ളതല്ല, എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. റൈറ്റ്? ആ വ്യക്തി ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതങ്ങനെയല്ല, ഒരു ഡിഫറെൻറ്റ് രീതിയിലാണെന്നുള്ളത്. അത് മനഃപൂർവ്വം ഹൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷൻ അവിടെ കാണിക്കുക എന്നുള്ളതല്ല. ബട്ട് ചില കാര്യങ്ങൾ ഇതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ. സോ മേ ബി ആ വ്യക്തിയുടെ അവസ്ഥ നിങ്ങളടുത്ത് പറയാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ. മേ ബി ചില കാര്യങ്ങൾ നമ്മൾ പറയാതെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള പ്ലേസ് ഉണ്ടായിരിക്കണം, അല്ലെ? പറയാതെ മനസ്സിലാക്കണം ചില ആളുകളെ, ഗുഡ് ഓർ ബാഡ്. ഈവൻ അവർ എന്തെങ്കിലുമൊക്കെ മനഃപൂർവ്വം ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ചില ആളുകളെ പറയാതെ മനസ്സിലാക്കണം. സോ നിങ്ങൾ ആക്ച്വലി ആ വ്യക്തിയെ അങ്ങനെ കൺസിഡർ ചെയ്യേണ്ട ഒരു ടൈമാണിത്. ഓക്കെ. ആ വ്യക്തിയുടെ എന്താണ് ആ വ്യക്തി മറച്ചു വെക്കുന്നത്, എന്താ ആ വ്യക്തിയുടെ പ്രശ്നം, ആ വ്യക്തി എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ കൂടിയാണോ പോകുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു അവസ്ഥ എന്താണോ, ആ വ്യക്തിക്ക് എന്താണ് നിങ്ങളടുത്ത് പറയാൻ പറ്റാതിരിക്കുന്നത്, ഓർ ആ വ്യക്തി പറയുന്നതിൽ ഒരു ജെന്യൂനിറ്റി എന്തൊക്കെയാന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കാം. ഓക്കെ. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ഈ വ്യക്തി നിങ്ങളടുത്തുനിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണിക്കേണ്ടതായിട്ടുണ്ടായിരിക്കാം. ഓക്കെ. ഗ്രൂപ്പ് നമ്പർ 3, ദ പേഴ്സൺ ഓൺ യുവർ മൈൻഡ്. എന്താണ് ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടത്, എന്താണ് ഈ വ്യക്തിയുടെ ഒരു കറന്റ് ഫീലിങ്സ്? ഓക്കെ. സോ ഡെഫിനറ്റ്ലി ചില കാര്യങ്ങൾ ഈ വ്യക്തി നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നില്ല. ഓക്കെ. ഷെയർ ചെയ്യുന്നില്ല. വാശി ഉണ്ടാവുന്നുണ്ട്, ഒരു സ്റ്റബേൺ നേച്ചർ ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട്, ഒരു അകലം പാലിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ. അവർ തൊരുന്നുണ്ടാവില്ല ചില കാര്യങ്ങൾ. ഇറ്റ്സ് ലൈക്ക് നിങ്ങളടുത്ത് ചില കാര്യങ്ങൾ ആ വ്യക്തി ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ. സോ ഒരു കൈൻഡ് ഓഫ് ചെറിയ കുട്ടികളുടെ ഒരു വാശി കാണിക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ പൊതുവെ ഒരു സ്റ്റബേൺ ആയിട്ടുള്ള ഒരു നേച്ചർ ആയിരിക്കാം ഈ വ്യക്തി ഈ സമയത്ത് ചെയ്യുന്നുണ്ടായിരിക്കാം. ഒന്നും ലൈക്ക് ചില കാര്യങ്ങൾ, ഇപ്പൊ പറയുന്ന കാര്യങ്ങളായിരിക്കാം, സിറ്റുവേഷൻ ആയിരിക്കാം, എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നില്ല. ആൻഡ് അവിടെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ജസ്റ്റിസ് വേണ്ടത്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലാണ് മനസ്സിലാവുക സിറ്റുവേഷൻ, അല്ലെ? എന്താ അവസ്ഥ, എന്തിനാണ് ദേഷ്യപ്പെടുന്നത്, എന്തിനാണ് മിണ്ടാതിരിക്കുന്നത്, എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഇമോഷൻസ്, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഡിസ്റ്റൻസ് വെക്കുന്നത്, ഒക്കെ ഓപ്പൺ ആയിട്ട് പറഞ്ഞാലാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക. പക്ഷേ എന്തൊക്കെയോ സിറ്റുവേഷൻസ് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില കാര്യങ്ങൾ ബാലൻസ്ഡ് അല്ല. അതുകൊണ്ടാണ് ഐ ഫീൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ജസ്റ്റിസ് എവിടെയോ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ബട്ട് നിങ്ങൾ ഫയറാണ്. ഓക്കെ. നിങ്ങളുടെ സ്നേഹം ഈ വ്യക്തി വളരെ ഷോർട്ട് ടെമ്പർ ആയിട്ടുള്ള വ്യക്തി ആയിരിക്കാം, അതുപോലെ എക്സ്ട്രീം ആയിരിക്കാം. ഓക്കെ. ഷോർട്ട് ടെമ്പർ എന്നുള്ളതല്ല, ഈ വ്യക്തി എക്സ്ട്രീം ആയിരിക്കാം. വാശി കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്ട്രീം ആയിരിക്കാം, ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്ട്രീം ആയിരിക്കാം. നിങ്ങളുടെ ഒരു സ്നേഹം അതേസമയം നിങ്ങളുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഹോൾഡ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണിത്. ആ വ്യക്തി ദേഷ്യം വരുന്നുണ്ടോ, ആ വ്യക്തി നിങ്ങളത് വാശി കാണിക്കുന്നുണ്ടോ, ഇറ്റ്സ് ഓൾ ബിക്കോസ് ആ വ്യക്തിക്ക് അത്രയും സ്നേഹവും നിങ്ങളടുത്ത് ഉണ്ടാവുന്നുണ്ട്. അത് മേ ബി ലൈക്ക് നല്ല കാര്യമായിരിക്കാം, പക്ഷെ ചില സമയത്ത് നിങ്ങളാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനത്തെ ഒരു നേച്ചർ കൊണ്ട് അത് ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരുപാട് എന്റർടൈൻ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്, അല്ലെ? പക്ഷെ ഇത് അത്ര ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്നുള്ളതല്ല. ഈ വ്യക്തിക്ക് അത്ര ഒരു സ്നേഹം നിങ്ങളടുത്ത് കാണുന്നുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള സ്നേഹം ലൈക്ക് ഇങ്ങനെ ആളിക്കത്ത് എന്ന് പറയുന്നത് പോലെ അത്ര സ്ട്രോങ് ആണ്, അത്ര എക്സ്ട്രീം ആണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു അഡിക്ഷൻ, ഒരു ഇഷ്ടം, താല്പര്യം എന്നൊക്കെ പറയുന്നത്. നിങ്ങളുടെ പ്രസൻസ് അത്രയും വേണം. മേ ബി അത് അവർ ഷെയർ ചെയ്യുന്നുണ്ടാവില്ല, അവർ ഓപ്പോസിറ്റ് കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടായിരിക്കുക. ഓക്കെ. സോ അവരുടെ സംസാരം, അവരുടെ പെരുമാറ്റം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും ഓക്കെ ആ വ്യക്തിക്ക് ഒട്ടും താല്പര്യമില്ല, ഇഷ്ടമില്ല എന്നുള്ളത്. ബട്ട് അങ്ങനെയല്ല, ആ വ്യക്തിക്ക് വേണം, ബട്ട് പ്രോപ്പർ ആയിട്ടുള്ളൊരു
രീതിയിൽ ആ വ്യക്തിക്ക് പറയാൻ സാധിക്കുന്നില്ല. ദ പേഴ്സൺ ഓൺ യുവർ മൈൻഡ്, എന്താണ് ഈ വ്യക്തിയുടെ ഒരു കറന്റ് ഫീലിംഗ്, സിറ്റുവേഷൻ, എങ്ങനെയാണ് ഈ വ്യക്തി നിങ്ങളെ കാണുന്നത്. ഓക്കെ, ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, ബട്ട് അതൊക്കെ അതിന് മേലൊക്കെ ഒരുപാട് വേറെ കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. സി, ഈ വ്യക്തിയെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ആ വ്യക്തിയുടെ രീതിയിൽ നിങ്ങൾ സംസാരിച്ചു തുടങ്ങണം. ആ വ്യക്തി ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾ സംസാരിച്ചു തുടങ്ങണം. ഓക്കെ, എപ്പോഴും നമുക്കത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം ആയിക്കൊള്ളണമെന്നില്ല, ബട്ട് നിങ്ങൾക്ക് തോന്നാണ് അത് വേർത്ത് ആണ്, അവരുടെ സ്നേഹം അതിനു വേണ്ടി വേർത്ത് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ആ വ്യക്തിയുടെ ഒരു ലെവലിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3, ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇമോഷൻസിന്റെ ഇന്റൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് ഇറങ്ങി വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി ഗ്രൂപ്പ് നമ്പർ 3, ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് വളരെ ഡീപ്പായിട്ടുള്ള ഫീലിങ്സ് ഉണ്ട്. നിങ്ങൾക്ക് ആ വ്യക്തിയുടെ അടുത്ത് ഇഷ്ടമുണ്ടായിരിക്കാം, ബട്ട് ഇറ്റ് ഈസ് മോർ ദാൻ വാട്ട് യു ഗിവ്. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് മോർ ദാൻ വാട്ട് യു ഫീൽ. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളതിനേക്കാളും വളരെ ഇൻറ്റൻസ് ആണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ്. അവർ കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഡെപ്ത് എന്ന് പറയുന്നത് അത്രയുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ, അത് മനസ്സിലാക്കാതെ വരുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ രണ്ടുപേർക്കും വരാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ക്ലാഷസ് ഉണ്ടാവുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ളൊരു സാധ്യത. ആൻഡ് അഗെയിൻ ആ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നില്ല. ഇപ്പൊ നമുക്കൊക്കെ ഒരാൾക്ക് ഒരു സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന സമയത്താണ്, അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന സമയത്താണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ വ്യക്തി എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കണം, ബട്ട് മേ ബി ലൈക്ക് ഈ വ്യക്തിക്കും അറിയില്ല നിങ്ങളുടെ അടുത്ത് എത്ര ഇന്റൻസ് ആയിട്ടുള്ള ഒരു സ്നേഹം ആ വ്യക്തിക്ക് ഉണ്ടെന്നുള്ളത്. ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സിൽ ഒരു അനന്തമായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് അതിന്റെ ഒരു ആഴം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഐ ഫീൽ ലൈക്ക് വെരി സ്കേർഡ്. ഓക്കെ, സി, അത്രയും വരുന്ന സമയത്താണ് ചില സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ടോക്സിക് ആയിട്ട് തോന്നുക. ഓക്കെ, ബട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഈ വ്യക്തിക്ക് നിങ്ങളോട് അത്രയൊരു സ്ട്രോങ് ഫീലിങ്സ് ഉണ്ട്, ബട്ട് രണ്ടുപേരും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. ഓക്കെ, സോ നിങ്ങൾ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയും ഇങ്ങനത്തെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കണം. ആ വ്യക്തിക്ക് നിങ്ങൾ എങ്ങനെയാന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാനും കൂടെ സാധിക്കണം. ഓക്കെ, സി, ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത് പോലെ മറ്റൊരാൾക്ക് അനുഭവിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, എത്ര ഇഷ്ടമുണ്ടെങ്കിലും. ഇനി നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും ആ വ്യക്തിക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അത് നമ്മളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല, നമ്മളെ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, അവർ അത്ര ഒരു ഇന്റൻസ് അനുഭവിച്ചിട്ടുണ്ടാവില്ല. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇങ്ങനത്തെ ചില കാരണങ്ങൾ കൊണ്ടായിരിക്കാം. എക്സാക്ട്ലി. സോ നിങ്ങൾക്ക് മനസ്സിലാവോ? നിങ്ങൾക്ക് ഈ വ്യക്തിക്ക് നിങ്ങളുടെ മേലുള്ള ഒരു ഇമോഷൻസ് ഒക്കെ വളരെ ലൈക്ക് ഡിഫറെന്റ് ആണ്. ഓക്കെ, ഒരുപാട് ഫീലിങ്സ് ഉണ്ട്, ഒരുപാട് ഫാന്റസൈസ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുടെ മേലെ, നിങ്ങളുടെ കൂടെ ഒരുപാട് ഫാന്റസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ കൂടെയുള്ള ടൈം, നിങ്ങളുടെ കൂടെ എന്തൊക്കെ വേണം, നിങ്ങളുടെ സ്നേഹം എങ്ങനെയൊക്കെ വേണം, നിങ്ങൾ എന്തൊക്കെ പറയണം, അത് ഒരുപാട് ഫാന്റസൈസ് ചെയ്യുന്നതാണ്. ബട്ട് അവർ ഫാന്റസൈസ് ചെയ്യുന്ന പല കാര്യങ്ങളും അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അത് പറയുന്നുണ്ടാവില്ല. മേ ബി നിങ്ങളുടെ അടുത്ത് പറയാതെ നിങ്ങളത് മനസ്സിലാക്കണം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം. ഒരിക്കലും നിങ്ങൾക്ക് പറ്റില്ല ആ ഒരു ലെവലിലേക്ക് ചിന്തിക്കാൻ, ആ ഒരു ഡെപ്തിലേക്ക് വരാൻ, അല്ലെങ്കിൽ ആ ഒരു ചിലത് നിങ്ങൾക്ക് തന്നെ വളരെ വിയേർഡ് ആയിട്ട് തോന്നും, ഇങ്ങനത്തെ ഒരു തോട്ട്സ്, ഇങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വേറെ രീതിയിലാണ്. രണ്ടാൾക്ക് സ്നേഹമുണ്ട്, ബട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് വേറൊരു രീതിയിലായിരിക്കാം, നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വേറെ രീതിയിലായിരിക്കാം, ബട്ട് ഈ വ്യക്തി എക്സ്പെക്ട് ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കാം, ഈ വ്യക്തി കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേറെ രീതിയിലായിരിക്കാം. യു ഗോട്ട് ഇറ്റ് റൈറ്റ്. ഗ്രൂപ്പ് നമ്പർ 3, സി. സോ അതാണ് ചിലത് എത്ര പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റാത്തത്. ബിക്കോസ് രണ്ടാളുടെ ചിന്താഗതി അങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇപ്പൊ ആ വ്യക്തി അവര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ I have to tell that it is their responsibility to take care of their feelings. നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾ ജെന്യുവൻലി ഹെൽപ്പ് ചെയ്യുക ഈ വ്യക്തിയെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അവർ ഡെഫിനറ്റ്ലി നിങ്ങൾ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ബട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് യുവർ റെസ്പോൺസിബിലിറ്റി ഗൈസ്.
അവർ തന്നെ അത് ഡീൽ ചെയ്യണം. ഇനിയിപ്പോ നിങ്ങൾ എന്തൊക്കെ നിങ്ങൾക്കിത് കണക്ട് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം എന്തൊക്കെയാണ്, എന്താ വേണ്ടത് എക്സാക്ട്ലി, എന്താണ് പ്രശ്നം എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അല്ലെ. സോ ഇന്നൊരു ദിവസം ഒരുപോലെ ആയിരിക്കാം, നാളെ അതിൽ മാറ്റങ്ങൾ സംഭവിക്കാം, റൈറ്റ്. ഒന്നുകിൽ ഈ വ്യക്തിക്ക് ഓക്കെ എനിക്ക് ഇന്ന കാര്യങ്ങളാണ്, എൻ്റെ മനസ്സിൽ ഇന്ന കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന പ്രശ്നങ്ങളാണെന്നുള്ളത് പറയാൻ പറ്റണം. അല്ലെങ്കിൽ ആരെങ്കിലും ഓക്കെ നിങ്ങൾ പറഞ്ഞാൽ ആ വ്യക്തിക്ക് മനസ്സിലാവണം, അല്ലെങ്കിൽ ആ വ്യക്തി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം. ഇത് നിങ്ങൾ അങ്ങനത്തെ ഒരു ഫേസിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ബട്ട് ഗ്രൂപ്പ് നമ്പർ 3 ഈ വ്യക്തിക്ക് അനന്തമായിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുന്നുണ്ട്. മ്യൂച്വലി നിങ്ങൾക്ക് ആ ഒരു ഇഷ്ടമുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇഷ്ടമുണ്ട്. അത് നിങ്ങൾ നല്ല രീതിയിൽ കണക്ട് ചെയ്തിട്ടുള്ള ആളുകളും കൂടിയാണ്. ബട്ട് ഈ സമയത്ത് ഉണ്ടാവുന്നത് ചെറിയ ചെറിയ സ്നേഹം കൂടുതൽ കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. റൈറ്റ് ഗ്രൂപ്പ് നമ്പർ 3 അത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് സ്നേഹം കൂടുതൽ കൊണ്ടാണ് ഈ സമയത്ത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക, നിങ്ങൾ വഴക്കുണ്ടാക്കുന്നതും അതാണ്. 2 sides guys, navigate the delicate balance of give and take, time, effort, stories. Exactly group number 3, how accurate you are reading is. 2 sides, രണ്ട് സൈഡ് ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന്. അതിനർത്ഥം ഒരു സൈഡ് മോശമാണെന്നുള്ളതല്ല, റൈറ്റ്. ഒരു പ്രോപ്പർ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈ വ്യക്തിക്ക് എന്താണ് വേണ്ടത്, ഈ വ്യക്തി എന്താണ് നിങ്ങളുടെ അടുത്ത് നിന്ന് ആഗ്രഹിക്കുന്നത്, ഈ വ്യക്തിയുടെ ഇമോഷൻസ് എങ്ങനെയാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുക, റൈറ്റ്. മേ ബി ലൈക്ക് നിങ്ങളാണ് ആ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യേണ്ടത്, ആൻഡ് ആ വ്യക്തിയാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തരേണ്ടത്. ഒരു ഗിവ് ആൻഡ് ടേക്ക് ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ആൻഡ് ഗൈസ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കൂ. നിങ്ങൾ പുതിയ പുതിയ സ്റ്റോറീസ് ഉണ്ടാക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ആ ഒരു എഫേർട്ട് വരുന്ന സമയത്ത് ഒരാൾ മനസ്സിലാക്കി ആ വ്യക്തിക്ക് വേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് മേ ബി ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതും അതായിരിക്കാം. നിങ്ങൾ മനസ്സിലാക്കുന്നു വിചാരിക്കുന്നുണ്ടാവും ചില കാര്യങ്ങൾ. ബിക്കോസ് എന്തുകൊണ്ടാണ് നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആ വ്യക്തി എക്സ്പെക്ട് ചെയ്ത് അതിലൊരുപാട് ഈ ഒരു സമയത്ത് സ്ട്രഗിൾ ചെയ്യുന്നത്? ബിക്കോസ് ഒരു സമയത്ത് വേണ്ട കാര്യങ്ങൾ കൊടുത്തു വാങ്ങിയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. ഒരു ഗിവ് ആൻഡ് ടേക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ആളുകളാണ്. പറയാതെ തന്നെ ഇമോഷൻസ് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. പറയാതെ തന്നെ മനസ്സും ശരീരവും മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ, റൈറ്റ്. സോ ഈ സമയത്ത് എന്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ലാക്ക് ചെയ്യുന്നത് നിങ്ങളത് മനസ്സിലാക്കുക. ബിക്കോസ് ആ ഒരു അൺകണ്ടീഷണൽ ലവ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അഡ്വെഞ്ചർ ആണ്. ഓക്കെ, എവ്രി വൺ ഷുഡ് ഹാവ് ദിസ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ്, ഐ ഷുഡ് സേ. ഓക്കെ, ബിക്കോസ് ഇതൊരു ജസ്റ്റ് ഒരു റൊമാൻറ്റിക് ലൈഫ് മാത്രം എന്നുള്ളതല്ല. ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഒരു കൈൻഡ് ഓഫ് അഡ്വെഞ്ചർ ആണ്. ഒരുപാട് ഫൺ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തിയുടെ കൂടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരുപാട് അഡ്വെഞ്ചർ ആയിട്ടുള്ള, അത് അഡ്വെഞ്ചർ മീൻസ് ലൈക്ക് നിങ്ങൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള അഡ്വെഞ്ചർ എന്നുള്ളതല്ല. ഈ ഒരു റിലേഷൻഷിപ്പ് ഈ വ്യക്തിയുടെ കൂടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം, ഈ വ്യക്തിയുടെ കൂടെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് അത്ര ഒരു എക്സൈറ്റ്മെന്റ്, അത്ര ഒരു ഫയർ തരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ആ വ്യക്തിയുടെ കൂടെയുള്ള കോൺവെർസേഷൻ ആയിക്കോട്ടെ. ജസ്റ്റ് ഇമാജിൻ, നിങ്ങളൊന്ന് റീകോൾ ചെയ്യാം, ആ വ്യക്തിക്ക് നല്ലൊരു മൂഡിലാവുന്ന സമയത്ത് ദേ ആർ ദ ബെസ്റ്റ് അല്ലേ. സംസാരിക്കുന്ന കാര്യം ആയിക്കോട്ടെ, നിങ്ങൾ എന്റർടൈൻ ചെയ്യുന്ന കാര്യം ആയിക്കോട്ടെ, റൈറ്റ്, ആ ഒരു കുട്ടിത്തം ആയിക്കോട്ടെ, എവ്രിതിങ് എല്ലാം നല്ല രീതിയിലാണ് എല്ലാം ആ വ്യക്തിയുടേതായിട്ടുള്ള ഒരു യൂണിക്നെസ് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കണം. ഹാവിങ് ന്യൂ എക്സ്പീരിയൻസ് ആൻഡ് മേക്കിംഗ് ന്യൂ ഫ്രണ്ട്സ്, ട്രാവൽ, ചേഞ്ച് പ്ലാൻസ്. സോ ഇഫ് പോസിബിൾ നിങ്ങൾ റിലേഷൻഷിപ്പ് നിങ്ങൾ ബെറ്റർ ആയിട്ട് കൊണ്ടുവരാൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് യാത്രകളും, പുതിയ ഒരു ഫേസിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. യാത്രകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിടയിലുള്ള ആളുകൾ നിങ്ങളെ കൂടുതൽ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നിങ്ങൾ കറന്റ്ലി ഡീൽ ചെയ്യുന്ന ആളുകൾ തന്നെ നിങ്ങൾ കൂടുതൽ അടുപ്പിക്കുന്നുണ്ട്. മേ ബി ലൈക്ക് നിങ്ങൾക്കിടയിൽ പുതിയ ആളുകളൊക്കെ വന്ന് പുതിയ സൗഹൃദങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ലൈഫ് വീണ്ടും പവർഫുൾ ആയിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, പുതിയ പ്ലാൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. മേക്കിംഗ് മാജിക്, എവ്രിതിങ് സീംസ് പെർഫെക്റ്റ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ആൻ ഇല്യൂഷൻ. ട്രസ്റ്റ്, ബിലീവ് ഇൻ ലവ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ വ്യക്തിക്ക് ഒരുപാട് ഫാന്റസീസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, ബട്ട് ആ ഫാന്റസീസ് ആക്ച്വലി വിയേർഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ദേ നോ യു ഹാവ് ദ കപ്പാസിറ്റി ടു റീച്ച് ദെയർ. അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു അഡ്വെഞ്ചർ എന്ന് പറയുന്നത്.
ഈ ഒന്നെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ടൊരു ഓപ്പൺ ഡീപ്പ് കോൺവെർസേഷൻ വരണം ഗൈസ്. ലൈക്ക് this is the best relationship that I can feel. ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾ പരസ്പരം ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇറ്റ്സ് ലൈക്ക് ഒരു ഇൻട്രോ കോംബോ, ഇൻട്രോവേർട്ട് ആൻഡ് എക്സ്ട്രോവേർട്ട് കോംബോ. ഓ മൈ ഗോഡ്, ദിസ് ഇസ് എ പെർഫെക്റ്റ് റിലേഷൻഷിപ്പ് ഗൈസ്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ കൊടുക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വാങ്ങിക്കാനുണ്ട്. നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, ഇതൊരു നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു മാജിക് ആണ്. നിങ്ങൾക്ക് തോന്നുന്നു ഈ വ്യക്തി വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, നോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നു ഈ വ്യക്തി വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, അല്ല. മേ ബി നിങ്ങൾക്ക് തോന്നുന്നു ഈ വ്യക്തിയുടെ പ്ലാൻസ് വളരെ ഇന്റൻസ് ആണ്, വളരെ സ്റ്റുപ്പിഡ് ആണ്, വളരെ ലോജിക് ഇല്ലാത്തൊരു കാര്യമാണ്, വളരെ ഒരു ഫാന്റസി മാത്രമാണ്, ഇല്യൂഷൻ ആണ് നിങ്ങൾക്ക് തോന്നാം, ഓർ വളരെ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. ബട്ട് അല്ല, ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കൂ. മേ ബി അത് നിങ്ങൾ എന്താണെന്നും കൂടെ തിരിച്ചറിയാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലേസിലേക്കായിരിക്കാം അത് എത്തിക്കുന്നുണ്ടായിരിക്കാം. ബിക്കോസ് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ ഒരുപാട് അവേക്കൻ ചെയ്യുന്നുണ്ട്. ഫ്രീ ഫ്ലൈറ്റ്. Give one another space to grow individually. Release, breathe, clear. See? Give one another space to grow individually. നിങ്ങൾ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. സോ ഒരാളുടെ അതേ ലെവലിൽ മനസ്സിലാക്കുന്ന സമയത്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ക്ലാഷസ് ഉണ്ടാവുന്നത്. രണ്ടും ഇൻഡിവിജ്വൽ ആയിട്ട് ഉള്ള ആളുകളായിട്ട് നിങ്ങൾ കാണും. ഓക്കെ, ആൻഡ് പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഈ വ്യക്തിനെ പറ്റിയിട്ട് നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എന്താണോ നിങ്ങൾ ഈ വ്യക്തിയെ കാണുന്നത്, മേ ബി ലൈക്ക് നിങ്ങൾക്ക് തോന്നുന്ന ഈ വ്യക്തി വളരെ റൂഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഞാൻ ഇനീഷ്യലി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ റിലേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് തോന്നിയ ഈ വ്യക്തി വളരെ റൂഡാണ്, അൺറിയലിസ്റ്റിക് ആണ്. നോ, ദേ ഹാവ് അനദർ സൈഡ്. നിങ്ങൾക്ക് തോന്നിയ ഈ വ്യക്തി വളരെ ടോക്സിക് ആണ്, വളരെ കൺട്രോൾ ചെയ്യുന്ന ഒരു നേച്ചറാണ്, സ്റ്റബേൺ ആണ്. നോ, അവർക്ക് വേറൊരു സൈഡും കൂടെ ഉണ്ട്. അത് ഡെഫിനറ്റ്ലി ഒരു സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകൾ കൂടിയാണ്. ബിക്കോസ് ഒരു ടൈമിൽ നിങ്ങളെ റിലേഷൻഷിപ്പിൽ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകളാണ്. കമന്റ് മീ ഇഫ് ഐ എം റോങ്, റൈറ്റ്? പറയാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്, അല്ലെ? ഇമോഷൻസ്, ഫീലിങ്സ് എല്ലാം നിങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തിട്ടുള്ള ആളുകളാണ്. ഗ്രൂപ്പ് നമ്പർ 3. സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് ഗ്രൂപ്പ് നമ്പർ 3. ലെറ്റ്സ് ടേക്ക് വൺ മെസ്സേജ്. എന്താണ് ഈ പേഴ്സണെ പറ്റിയിട്ട് നിങ്ങൾ അറിയേണ്ടത്? എംബ്രേസ് ദ അൺനോൺ ആൻഡ് ലെറ്റ് ലവ് ബ്ലൂം ഓൺ ഇറ്റ്സ് ഓൺ. എംബ്രേസ് ദ അൺനോൺ. ഗ്രൂപ്പ് നമ്പർ 3. ഓ മൈ ഗോഡ്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം ഈ വ്യക്തിയെ പറ്റി പല കാര്യങ്ങളും, പരസ്പരം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇനിയും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ. എംബ്രേസ് ദ അൺനോൺ. അറിയാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഇനി നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാനും മനസ്സിലാക്കാനും ശ്രമിക്കേണ്ടത്. മിസ്റ്ററി, ബിലീവ് ആൻഡ് ലെറ്റ് ഗോ. ഓക്കെ, ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒളിഞ്ഞു കിടക്കുന്ന അഡ്വെഞ്ചേഴ്സ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, അത് ഈ ഒരു വ്യക്തിയുടെ മാജിക് എന്ന് മാത്രം എന്നുള്ളതല്ല. ഓക്കെ, ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരുന്ന സമയത്ത്, ബിക്കോസ് ഈ വ്യക്തിക്ക് അറിയാം നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ അത് കണക്ട് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ഈ വ്യക്തി വളരെ ഫിയർലെസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, നിങ്ങൾ വളരെ ഫിയർ ഉള്ള ഒരു പേഴ്സൺ. സോ നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ആ വ്യക്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമയത്ത് ഇനീഷ്യലി നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താണ് ആ ഒരു ഫിയർലെസിന്റെ മീനിങ്, എന്താണ് അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത്. സോ ആ ഒരു ഡെപ്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അതാണ് നിങ്ങളുടെ ആ ഒരു ഡിഫറൻസ് അവിടെ ഉണ്ടാവുന്നത്. ബിക്കോസ് എന്താണ്, നിങ്ങളും ഫിയർലെസ് ആവും അവിടെ, നിങ്ങൾ ഒട്ടും ഭയമില്ലാത്ത ഒരാളാവും, അല്ലെ? അത് ലൈഫിന്റെ പല കാര്യത്തിലും നിങ്ങൾ കണക്ട് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ വളരെ ലക്കി ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഐ ഡോണ്ട് നോ ഇത് എത്ര നിങ്ങൾ ബുദ്ധിമുട്ടാണ്. ഇത് എങ്ങനെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടാലും യു ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് പേഴ്സൺ, ഫോർ ദിസ് ലവ്. ബിക്കോസ് ഈ പേഴ്സൺ നിങ്ങൾ ഒരുപാട് ഇവോൾവ് ചെയ്യും. ഈ പേഴ്സൺ നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യും. ഈ പേഴ്സൺ നിങ്ങളെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളെ കാണിച്ചു തരും. പാഷൻ, കെമിസ്ട്രി, നിങ്ങളുടെ മനസ്സും ശരീരം ഈ പേഴ്സൺ ഒരുപാട് എവേക്കൻ ആക്കും. ഈ വ്യക്തിയുടെ കൂടെ ആയിരിക്കും നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ഇന്റിമസി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. റൈറ്റ്, റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. സോ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഗ്രൂപ്പ് നമ്പർ 3 ഇത് നിങ്ങൾക്ക് എത്രമാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. Hope you like this video. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.